നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാ ഞാൻ പറഞ്ഞ വീട്. അല്ല, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് മതി. അപ്പോൾ കയറി നോക്ക്. കുട്ടി പോയിക്കോളൂ. ശരി സർ. എന്തായി സാറേ? കുറെ പേരായി സാറേ, ഇതുവരെ ആരും ക്യാരക്ടറിന് ശരിയായില്ല. ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടോ? 2-3 പേരുണ്ട് സാർ. അവരെ വിളിക്കുക പെട്ടെന്ന്. എത്ര നേരമായി എന്നറിയോ തുടങ്ങിയിട്ട്? വീണ, താൻ വരൂ. ഇതെങ്കിലും ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇതിനു മുമ്പ് വന്നവർക്കാർക്കും അതിനൊരു കുറവില്ലായിരുന്നു. സിനിമ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. തന്ന ഡയലോഗ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് സർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ശരി സർ. ആക്ഷൻ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചവളാണ് ഞാൻ. തിരിച്ചടികളല്ലാതെ മറ്റൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാം, എന്റെ ഉള്ളിൽ കെടാതെ കിടക്കുന്ന തീ ഒരു ദിവസം ആളിക്കത്തും. ആ വെളിച്ചത്തിൽ ഈ ലോകം തന്നെ ഞാൻ കീഴടക്കും. ഇത് കൊള്ളാലോ അല്ലേ സാറേ? ഈ കുട്ടി പക്കയാണോ? യു ആർ സെലക്ടഡ്. താങ്ക് യു സർ. ഇദ്ദേഹമാണ് നമ്മുടെ പ്രൊഡ്യൂസർ വിഷ്ണുവർദ്ധൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചോളൂ. സർ, എന്റെ ക്യാരക്ടർ ഇത് 2 പെൺകുട്ടികളുടെ സർവൈവലിന്റെ കഥയാണ്. 2 പേരും ഹീറോയിൻസാ. അതിലൊന്നാണ് വീണ. എന്നാൽ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ സാർ? ആയിക്കോട്ടെ. കഴിവുള്ള കുട്ടിയാണ്. കുറച്ച് കഷ്ടപ്പെട്ടാലും റിസൾട്ട് ഗംഭീരമായിരിക്കും. ആവും. നമുക്ക് കുറച്ച് കഴിഞ്ഞിരിക്കാം. ശരി സാർ. വീണ, വീണിരിക്കൂ. അല്ല, വീണയുടെ ഫാമിലിയൊക്കെ? ഞാൻ തനിച്ച സർ. സിനിമയെന്ന ആഗ്രഹം മനസ്സിൽ കയറിയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് നന്നായി. വീണയ്ക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അതെന്നോട് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. നമ്മൾ തമ്മിൽ ഒരു അകലം വേണ്ട. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സർ. ക്യാരക്ടർ നല്ലതാണെന്ന് ഡയറക്ടർ പറഞ്ഞു. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാനത് നന്നായിട്ട് ചെയ്യും. അത് സിനിമയുടെ കാര്യം. വീണ, എനിക്കൊന്നും മറച്ചു വെച്ച് സംസാരിക്കാൻ അറിയില്ല.
സിനിമയുടെ ലാഭം മാത്രം നോക്കിയല്ല ഞാൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അത്യാവശ്യത്തിന് ക്യാഷൊക്കെ ഞാനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ജീവിതം ആസ്വദിക്കണം. ഈ ഒരു സിനിമ കഴിഞ്ഞാൽ വീണ രക്ഷപ്പെടും, അത് തീർച്ചയാണ്. പിന്നെ അങ്ങോട്ട് വീണയുടെ സമയമാണ്. അപ്പോ വീണയ്ക്ക് ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിരുന്ന എനിക്ക് വീണയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്താ തിരിച്ചു കിട്ടുന്നത്? സർ, അതിനു പകരം വീണ ചെയ്യേണ്ടത് എന്നെ സന്തോഷിപ്പിക്കുക എന്നതാണ്. ഞാൻ പറഞ്ഞത് കിട്ടിയല്ലോ. മനസ്സിലായി സർ. സിനിമയിൽ ഇതൊക്കെ സാധാരണ സംഭവമായിരിക്കും, പക്ഷെ ഞാനതിന് തയ്യാറല്ല. അതെ വീണ, വെറുതെ വാശി കാണിക്കണ്ട. ആഗ്രഹങ്ങളുണ്ട് സർ, ചെയ്ത് ഫലിപ്പിക്കാമെന്ന കോൺഫിഡൻസും ഉണ്ട്. പക്ഷേ ഞാൻ ഇറങ്ങാം സർ. ഇതാ ഞാൻ പറഞ്ഞ വീട്. അല്ല, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് മതി. മോള് കയറി നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.